അസ്സലാമലൈക്കും. നമുക്കൊന്നൊരു ഗോതമ്പിൻ്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് ഗോതമ്പ് 2 കപ്പ് എടുക്കണം. എന്നിട്ട് ശർക്കരപ്പാനി നമ്മൾ നേരത്തെ കാച്ചി വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് ഇച്ചിരി ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചി പഞ്ചസാരയും ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. പൊടിച്ചതിന് ശേഷം നമുക്ക് ശകല ഉപ്പും സോഡാപ്പൊടിയും കൂടെ ഇടുക. പഴവും കൂടെ അടിച്ചൊഴിക്കുക. പഴവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം വെച്ചിരുന്നിട്ട് നമുക്ക് തേങ്ങ കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ നെയ്യും ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങ കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് മൂപ്പിക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പക്കാരെ എടുത്ത് വെച്ചിട്ട് ആ നെയ്യും കൂടെ ഒഴിച്ച് അതിലേക്ക് മാവും കോരി ഒഴിച്ചിട്ട് നല്ല അടിപൊളി ഒരു ഉണ്ണിയപ്പമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഗോതമ്പിൻ്റെ ഉണ്ണിയപ്പമല്ല, സോഫ്റ്റായിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. അങ്ങനെ ഉണ്ണിയപ്പം റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണേ, കമൻറ്റും ചെയ്യണം. അപ്പം ശരി, ഓക്കെ, ബൈ ബൈ.